വർഷങ്ങൾക്ക് ശേഷം മുടങ്ങിയ കുംഭമേള, ആ മഹാമേള നിലവിൽ ഇന്ന് മലപ്പുറത്ത് ആരംഭിച്ചിരിക്കുകയാണ്. ഇതെന്തെങ്കിലും മാറ്റം കേരളത്തിൽ കൊണ്ടുവരുമോ? മാറ്റം കേരളത്തിൽ കൊണ്ടുവരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ഇക്കണോമിക്കലി അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ നല്ലതാണ്. നമ്മൾ വി ആർ ഗോയിങ് ബാക്ക് ടു റൂട്ട്സ് എന്ന് പറയേണ്ടി വരും. കുറേ കാര്യങ്ങൾ അല്ലേ, സനാതന ധർമ്മി ആ ഒരു രീതിയിൽ ആലോചിച്ച് നോക്കുമ്പോൾ ഇപ്പം അങ്ങനെയല്ല. കേരളത്തിൻ്റെ ഒരു കൾച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കോലത്തിരി സാമൂതിരി ആ ഒരു സമയത്തൊക്കെ തന്നെ നമുക്ക് തിരുനാവായ എന്ന് പറയുമ്പം എന്താണ് മാമാങ്കം, അതിപ്പോൾ ചരിത്രത്തിൽ നിന്ന് ഒരിക്കലും എടുത്തു മാറ്റാൻ പറ്റുന്ന കാര്യമല്ല. മാമാങ്കം എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടായിരുന്നു ഇവിടെ. മാമാങ്കം ഭയങ്കര എത്രയോ ആൾക്കാരും അത്ര ആർപ്പ് വിളികളോടെ അങ്ങനെ ആ ഒരു മാമാങ്കം എന്ന് പറഞ്ഞ വലിയൊരു ആഘോഷ പരിപാടി, ആഘോഷ ഉത്സവം അത് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം പിന്നീട് നമ്മൾ ഹിസ്റ്റോറിയൻസ് പറയും അത് ചാവേറുകളെ അല്ലെ ഒരു വിഭാഗത്തിലുള്ള അങ്ങനെ ആക്ച്വലി അതിന് ഒരുപാട് പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോൾ ഇത് നമ്മുടെ ആ എനിക്ക് തോന്നുന്നു തിരുനാവായ അതും ആ ഒരു ഇതുണ്ടല്ലോ നീളാനദി. ശരിക്കും പറഞ്ഞാൽ ചരിത്രപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നീളാനദിയൊക്കെ എന്തോരം പൗരാണികമായിട്ടൊക്കെ ഉള്ള പ്രസക്തിയുള്ളൊരു നദിയൊക്കെയാണല്ലേ. പക്ഷെ പിന്നീട് ആരും നോക്കാനില്ലാത്തത് കൊണ്ട് നമുക്കറിയാം നമ്മുടെ കുറേ കാര്യങ്ങൾ അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ എങ്ങനെയാണ് വരുന്നത്? പൈതൃക ഉപേക്ഷിച്ച് പോയിട്ട് നമ്മൾ വീണ്ടും അതിൻ്റെ റൂട്ട്സിലേക്ക്. കാരണം പിന്നീട് ഈ ഒരു മാമാങ്കത്തെക്കുറിച്ച് എനിക്ക് പലപ്പോഴും വിഷമം തോന്നിയിട്ടുണ്ട്. ഈ ഒരു നമ്മുടെ സിലബസ് ഇപ്പോൾ സ്റ്റേറ്റ് സിലബസൊക്കെ എടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം ചരിത്രത്തിൽ കുട്ടികൾ ഇതൊക്കെ പഠിക്കുന്നുണ്ടെന്നുള്ളതാണ് വളരെ വിഷമകരമാണ്. ഞാനിപ്പം ICSE സിലബസും ഞാൻ പഠിച്ചൊക്കെ നമ്മൾ CBSE ICSE ചരിത്രത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ ഇവിടെ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുന്നു വിമർശനം വരും. പക്ഷെ അങ്ങനെയല്ല. അപ്പം അന്നേരം നോക്കി കഴിയുമ്പോഴേക്കും നമ്മുടെ ഒരു റൂട്ട്സ് ഇപ്പോൾ കേരള ഹിസ്റ്ററിയെ കുറിച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരാൾക്കും അറിയത്തില്ല. കാരണം അതാണ് സത്യം. ഒന്നുകിൽ ആണെങ്കിലും ഒന്ന് രണ്ട് റെഫറൻസ് എടുത്ത് വെച്ച് പറഞ്ഞതിനപ്പുറം അല്ലെങ്കിൽ രാജൻ ഗുരുക്കൾ ഇങ്ങനെ കുറേ. പക്ഷെ നമുക്കുണ്ട്, നമ്മുടേതായ ഒരു ചരിത്രം ഉണ്ടല്ലേ. ചരിത്രാതീത കാലം മുതൽ തന്നെ ഒരു റിച്ച് ആയിട്ടുള്ള ഒരു പാരമ്പര്യം പേർന്നൊരു ഭൂവിഭാഗമാണ് കേരളം. ശരിക്കും നമുക്ക് പാണ്ഡ്യ ആ ഒരു ചേര ആ ഒരു ഇതായിരുന്നു. നമുക്കിങ്ങനെ ഒരുപാട് പെരുമാളുകളുടെ കുറേ ഉണ്ട്. പക്ഷേ ആയി കിങ്ഡംസ് ഇങ്ങനെയൊക്കെ ഒരുപാടുണ്ട് ശ്രീജിത്തെ നമ്മുടെ. പക്ഷെ ആർക്കറിയാം ആയി രാജവംശം അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. പിന്നീട് നമ്മളത് തമസ്കരിച്ച് നമുക്ക് വളരെ ഈസി ആയിരുന്നു തമസ്കരിക്കാൻ. നമ്മൾ എന്ത് കൊണ്ടുവന്നതെന്ന് അറിയാമോ? അവിടെ ഞാൻ തീർച്ചയായിട്ടും ഇത് പറയും. കമ്മ്യൂണിസ്റ്റ് ആ ഒരു സിദ്ധാന്തം കൊണ്ടുവന്നിട്ട് ആൾക്കാരെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടിയിട്ട് ഈ അവർണ സവർണ ആ ഒരു സംഭവം കൊണ്ടുവന്നു. നമ്മുടെ എല്ലാ റിച്വൽസും പൈതൃകങ്ങളും ഒക്കെ സവർണർ അവരുടെ കൊല്ലാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടാക്ടിക്സ് ആണെന്നുള്ള രീതിയിൽ പറഞ്ഞ് ശരിക്കും ആലോചിച്ച് നോക്കുമ്പോൾ ഭയങ്കര ഇതാണ് അല്ലെ. നാടൻ പാട്ടുകളിൽ തന്നെ നമുക്ക് ബാലൻസ് ബ്രാഹ്മണർക്കെതിരെ ഈ നമുക്ക് വടക്കൻ പാട്ട് പോലെ തെക്കൻ പാട്ട് ഇരുവക്കുട്ടി പിള്ളയുടെ ഇതുണ്ട്. നമുക്ക് വടക്കൻ പാട്ടിൽ നമുക്കറിയാം ആരോമൽ ഉണ്ണി ഇങ്ങനെ പോലത്തെ നമുക്ക് ബലാഡ്സ് എന്ന് പറയും. ഈ വടക്കൻ പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പണ്ട് പാടി. എൻ്റെ അമ്മൂമ്മയൊക്കെ ഇരുന്ന് പാടും കേട്ടോ. ഉണ്ണിയാർച്ചയുടെ പാട്ടൊക്കെ ഇരുന്ന് പാടും. അപ്പം അന്നേ ഇങ്ങനെ കേൾക്കും നമ്മളിങ്ങനെ ആ ഒരു കഥകളും. ശരിക്കും അങ്ങനെ ഉണ്ണിയാർച്ചയെ പോലെ അന്ന് ജോനകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് മാപ്പിളകൾ എന്നുള്ള രീതിയിലുള്ള അവർക്കെതിരെ പോരാടിയ പെണ്ണെന്നുള്ള രീതിയിൽ. പക്ഷെ ഈ ഒരു മതം എന്നുള്ള ആ ഒരു വേർതിരിവല്ല വെച്ച്. പക്ഷെ അന്നും ആ പോരാട്ട വീര്യം ഇതൊക്കെ ഉണ്ടായിരുന്നു. അന്നൊന്നും ഈ അവർണ സവർണ ഇതൊന്നുമില്ല. കേരളത്തിൻ്റെ ഒരു ഇതിൽ കേരളം എന്നല്ല, നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഏത് ചരിത്രം ചകഞ്ഞു പോയി കഴിഞ്ഞാലും സിവിലൈസേഷൻസിലെല്ലാം നോക്കിക്കഴിയുമ്പം റിച്ച് ആൻഡ് പുവർ ഈ റിഫ്റ്റ് ഉണ്ട്, സോഷ്യൽ ഇതുണ്ട്. പിന്നെ കേരളത്തിലായപ്പം അത് എന്താ പറയുക ചാതുർവർണ്ണ്യം എന്നുള്ള രീതിയിലേക്ക് മതത്തിൻ്റെ ഇതിലേക്ക് പോയിന്നേ ഉള്ളൂ. സോറി, ജാതി പഴയ രീതി ആ പൈതൃകം അടുത്ത തലമുറയ്ക്ക് വേണ്ടി കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ഇപ്പോൾ തന്നെ വിമർശനം ഉണ്ടാകുന്നുണ്ടല്ലോ. ഈ ഇപ്പോൾ പറഞ്ഞല്ലോ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പറയുകയാണ് ഇതൊരു സംഘപരിവാർ അജണ്ടയാണ്. മറ്റ് ചില വിഭാഗങ്ങൾ പറയുകയാണ് ഇതെന്താ തുണിയുടുക്കാത്ത സന്യാസിമാർ മലപ്പുറത്തേക്ക് വരുന്നു. അങ്ങനെ വിമർശനങ്ങൾ ഉണ്ടാകുന്നല്ലോ ഈ കാലത്ത്. ഇതാരാണ് ലിബറൽസ് അല്ലേ? നമുക്കറിയാം. കാരണം അവർക്ക് വയറ്റിപ്പഴപ്പാണത്. കൃത്യമായ അജണ്ടയുണ്ട്. കാരണം ഇങ്ങനെ കുറച്ച് ഇടയ്ക്കൊരു സംവാദം ഉണ്ടായിരുന്നു. അത് പൊളിച്ച് കയ്യിൽ കൊടുത്തിട്ടുണ്ട് ശ്രീജിത്ത് പണിക്കർ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നല്ലൊരു ഇതായിരുന്നു അല്ലേ. ശ്യാംകുമാർ, അത് നമുക്ക് പറയാം. അതാണ് പറഞ്ഞത് അജണ്ടാസ് ഉണ്ട്. ശ്യാംകുമാറിനെ പോലെയൊക്കെയുള്ള സംസ്കൃതം അത്യാവശ്യം അറിയാവുന്ന ഒരാളാണ് അയാൾ. പക്ഷേ അയാൾ എന്ത് പറയുക, സംസ്കൃതത്തിൻ്റെ നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഉള്ളത് കൃത്യമായിട്ടുള്ള ദളിത് വിരുദ്ധമായിട്ടുള്ള കൾട്ടുകൾ എടുത്തുകൊണ്ട് വരും. അവിടെ ശ്രീരാമനെ അദ്ദേഹം വേറെ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ട് അവിടെ ഗുഹൻ എന്നുള്ള ക്യാരക്ടറിനൊന്നും കൊണ്ടുവരത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇത് എല്ലാത്തിലും അങ്ങനെയാണ്. ഇത് മൊത്തത്തിൽ ഇവർക്ക് ആവശ്യമുള്ള മാത്രം അതിൽ നിന്ന് ആ കണ്ടസ്റ്റ് മാത്രം എടുത്തിട്ട് ഇവിടെ എപ്പോഴും അവർ പർവ്വതീകരിക്കാൻ ഇല്ല എന്നല്ല, ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഇപ്പോഴും ഇല്ലേ റിച്ച് ആൻഡ് പുവർ തമ്മിലുള്ള റിഫ്റ്റ്? നമ്മളിപ്പോഴും ഈ അവർണ സവർണ എന്ന് പറയുന്നുണ്ട്. ഈ സവർണർക്കിടയിൽ തന്നെ കൂടിയ കാശുള്ള നായൻ കാശില്ലാത്ത നായനെ പുച്ഛമായിട്ടാണ്. എവിടെ അങ്ങനെ തന്നെയല്ലേ സെലിബ്രിറ്റി സ്റ്റാറ്റസ്? കാശുള്ളവൻ കാശ് എവിടെയാണ് അതില്ലാത്തത്? ഈ ഒരു റിഫ്റ്റ് തന്നെയായിരുന്നു പണ്ടും ഉണ്ടായിരുന്നത്. പിന്നെ അന്ന് അത് പറയുമ്പോൾ മാടമ്പി സിസ്റ്റമായിരുന്നു.
അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അന്നും ഇതുപോലെ കവിതകളൊക്കെ ഉണ്ടായി. മലയപ്പുല ഈ മറ്റേ എന്താ പറയുക, മാടത്തിന് മുറ്റത്തൊരു ഇത് വെച്ചു, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇന്നും നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ വെച്ചിട്ട് നമ്മൾ നെറേറ്റീവ്സ് ഉണ്ടാക്കണ പോലെ തന്നെയാണ് ഓരോന്ന് വരുമ്പോൾ അതാണ് ചരിത്രം തെറ്റിദ്ധരിച്ചു. ഇതെന്ന് പറയുമ്പോൾ ഈ ഒരു കുംഭമേള എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഏരിയയാണ് തിരുനാവായ എന്ന് പറയുമ്പോൾ. അല്ലാതെ ഒരു മലപ്പുറം ജില്ലയായി എന്ന് പറഞ്ഞിട്ട് അവിടെ പ്രസക്തമായിട്ടുള്ളൊരു ഹൈന്ദവ പൈതൃകമുണ്ട്. ഈ മാമാങ്കം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു, അതുപോലെ നിളാനദി, അതിന് പ്രാധാന്യം ഉണ്ടായിരുന്നു. ഈ മാഘമാസം അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് അറിയുമ്പോഴാണ് ഞാനൊക്കെ ഒരു ഹിന്ദു ഭയങ്കര ഡിവോട്ടി ആയിട്ട് പോലും എനിക്ക് പലതും അറിയില്ലേ. മൗനി അമാവാസി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെന്നും നമുക്ക് ആകെ അറിയാവുന്ന ഒരു കർക്കിടക മാസത്തിൽ പിതൃക്കൾക്ക് തർപ്പണമാണ്. നോർത്തിലൊന്നും അങ്ങനെ അല്ല സ്ഥിതി. മൗനി ഈ അമാവാസിയുടെ ഇതിൽ വരുമ്പോൾ അവർക്ക് അവരുടെ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് പൂജയുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഒരു ഇന്നലെ ആയിരുന്നു ആ മൗനി അമാവാസി എന്ന് പറഞ്ഞാൽ നമ്മുടെ പിതൃകുലങ്ങൾക്ക് വേണ്ടിയിട്ട് മൊത്തം നമുക്ക് പ്രാർത്ഥിച്ച് ചെയ്യാം നിലയിൽ. അങ്ങനെ ഇതൊക്കെ പണ്ട് നടന്നിരുന്നൊരു സംഭവമാണ്. അപ്പോൾ നോർത്തിലൊക്കെ അവർ ചെയ്യുന്നതാണ്. പക്ഷെ നമുക്കത് എന്താ പിന്നെ കാര്യമാത്രം ഇതായി കഴിഞ്ഞിട്ട് നമുക്ക് പണ്ട് ഇവിടെ വയനാട്ടിലൊക്കെ ഉണ്ടല്ലേ പിതൃക്കൾക്ക് തർപ്പണം ചെയ്യണം. പക്ഷെ നമ്മളതിൻ്റെ കർക്കിടകവാവിൻ്റെ അന്ന് മാത്രമാക്കി പിതൃക്കൾക്ക് തർപ്പണം എന്നാക്കി. അങ്ങനൊന്നും അല്ല. അപ്പോൾ ഈ മൗനി അമാവാസി അത് അതിനെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോഴാണ് ഈ ഒരു പുതിയൊരു കുംഭമേള എന്നുള്ള രീതിയിൽ ഇത് കേരളത്തിൽ നല്ലതല്ലേ. ഇക്കണോമിക്കലി വെച്ച് നോക്കുമ്പോഴേ ആയിക്കോട്ടെ, നമുക്ക് നമ്മുടെ ഒരു വേരുകൾ ആളുകളിലേക്ക് എത്തുന്നു. അല്ല, പക്ഷേ ഈ തുടക്കം ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് തടയാനുള്ള ശ്രമം ഉണ്ടാകുന്നു, അതൊരു അനാവശ്യമായ വിവാദം. അത് എനിക്ക് തോന്നുന്നു അവിടെ ഒരു അജണ്ട സെറ്റിംഗ് ഉണ്ടാവാം. കാരണം വെച്ചാൽ അങ്ങനെ ആയതുകൊണ്ടാണല്ലോ കൂടുതൽ ആളുകളിലേക്കൊക്കെ എത്തി. ശരിക്കും ഇവിടെ ഒരു പ്രശ്നം വന്നേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം നടക്കുന്ന ജില്ല എന്ന് പറയുമ്പോൾ മലപ്പുറമാണ്. അപ്പോൾ മലപ്പുറം ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ രീതിയിൽ ഇൻ്റർപ്രിട്ടേഷൻസ് വരും. മലപ്പുറം ജില്ല എന്ന് പറയുമ്പോൾ നോർത്തിലൊക്കെ അറിയപ്പെടുന്ന അതൊരു കുറേയൊക്കെ നമ്മുടെ മറ്റേ സംഘപരിവാറുടെ കുറേ പ്രശ്നമുണ്ട്. നമുക്ക് പണ്ട് ഇപ്പോഴത്തെ കോൺഗ്രസിലൊക്കെ ചാടിയ സന്ദീപ് വാര്യർ ഒരു ആന പോയപ്പോൾ പോലും അല്ല, ഇത് നമുക്ക് പറയണം, ഇതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തന്നെ പോകണം. അന്ന് പാലക്കാട് നടന്ന സംഭവത്തിന് മലപ്പുറം എന്നാക്കി ആ രീതിയിൽ നോർത്തിൽ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ പക്ഷേ ഞാൻ നോക്കുമ്പം മലപ്പുറത്ത് പ്രസക്തമായിട്ടുള്ള ക്ഷേത്രങ്ങൾ കാടാമ്പുഴയുണ്ട് അല്ലേ, പിന്നെ തിരുമാന്താംകുന്ന്, ഇതൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രങ്ങളാണ്. ആ ക്ഷേത്രങ്ങളുടെ ആചാരങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അവിടെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഇത് മുസൽമാൻ തടയാനോ അങ്ങനെയൊന്നും. ആചാരങ്ങളായിട്ട് പോട്ടെ എന്ന് തന്നെ അവർ വിചാരിക്കും. പക്ഷേ ഇത് ലിബറൽസിന് അത് മുസ്ലിം വിരുദ്ധതയാണെന്നും അജണ്ട സെറ്റ് ചെയ്തതാണ്, സംഘപരിവാർ അജണ്ട കൊണ്ടുവന്ന് അവിടെ മലപ്പുറത്ത് ദേ പ്രതിഷ്ഠിക്കും എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇവർക്കൊരാശ്വാസം ലിബറൽസിന്. കാരണം വോട്ട് ബാങ്ക് ഉടനെ അത് ഇടതുപക്ഷം ഏറ്റുപിടിക്കും, ഒരു പരിധി വരെ UDF ഏറ്റുപിടിക്കും. എന്തുകൊണ്ടാണ്? ഞങ്ങൾ പ്രൊട്ടക്ടേഴ്സ് ഓഫ് മുസ്ലിംസ് എന്ന് ആക്കി കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിൽക്കുന്നു എന്നാക്കുമ്പോൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയം. അതിനപ്പുറം നമ്മുടെ പൈതൃകത്തെ സംരക്ഷിക്കണം എന്നോ ഈ ചിന്തയൊന്നുമില്ല. പക്ഷെ ആസ് എ ഡിവോട്ടി ഓഫ് സനാതന ധർമ്മ അത് പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം സൂചിപ്പിച്ചത്. ഇന്നലെ ഈ സുകുമാരൻ നായർ തന്നെ പറയുക സാഹചര്യമുണ്ട്, ഈ വർഗീയതയും മതങ്ങൾ തമ്മിലുള്ള പ്രശ്നവും ജാതികൾ തമ്മിലുള്ള പ്രശ്നവും ഇവിടെ കൂടുതൽ ഉണ്ടാക്കുന്നത് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളാണെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അല്ലേ, വോട്ട് ബാങ്ക് രാഷ്ട്രീയം. ഇത് ഇന്നും ഇന്നലെ അല്ല, ഈ ഒരു എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ പിറവിയുടെ ഒരു സമയം തൊട്ട് തന്നെ നമുക്കറിയാം. ഇവിടെ തിരുവിതാംകൂറിൽ അത് പറയുമ്പോൾ ഇതും കൂടെ പറയണം. തിരുവിതാംകൂർ നഗരസഭയിൽ രാജാവിൻ്റെ ഫോട്ടോ എടുത്ത് നമ്മൾ പറയുന്നുണ്ട് ഇവിടെ തിരിച്ചു വെച്ചു. പക്ഷേ തിരുവിതാംകൂറിലൊക്കെ ഈ കോൺട്രിബ്യൂഷൻസ്, ഞാനിപ്പോൾ തിരുവിതാംകൂറിൻ്റെ ആളായതുകൊണ്ട് നമ്മുടെയൊക്കെ വേരുകൾ ഇവിടെയാണ്. അപ്പോൾ എൻ്റെ അമ്മൂമ്മ തൊട്ടുള്ള ആൾക്കാർ എൻ്റെ വീട്ടിലെ സ്വീർണമുറിയിൽ ആദ്യം വെച്ചേക്കണത് ചിത്രതിരുനാൾ മഹാരാജാവിൻ്റെ ആ ബാല്യകാലത്തുള്ള ബാല്യമല്ല കൗമാരത്തിൽ അവർ രാജാ ആവണ സമയത്തുള്ള ഇതുണ്ടല്ലോ അതാ വെച്ചേക്കണേ. അതിപ്പോൾ ഞങ്ങൾ രാജാവിൻ്റെ ആശ്രിതരും അങ്ങനെ കുടുംബപരമായിട്ടും അങ്ങനെ ആയതുകൊണ്ടൊന്നുമല്ല. ഞാൻ അതിനെക്കുറിച്ചൊരു പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ ആരോ വന്നിട്ട് എഴുതിയിട്ടുണ്ട് പൽപ്പുവിനെ ശ്രീമൂലം അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. പൽപ്പു ചെയ്തു അല്ല, ശ്രീമൂലം തിരുനാൾ ചെയ്തു തിരുനാൾ മഹാരാജാവ് ചെയ്ത കോൺട്രിബ്യൂഷൻസ് നമ്മൾ മിണ്ടാണ്ടിരിക്കണോ അല്ലേ? അപ്പോൾ ആലോചിച്ച് നോക്കണം. കാരണം പൽപ്പു അതായത് കൊണ്ടുവന്നത് ഒരു കൃത്യമായിട്ടൊരു കുത്തിത്തിരിപ്പ് അവിടെ കൊണ്ടുവന്നു ജാതിയുടേത്. ആക്ച്വലി ആ പൽപ്പുവിൻ്റെ ശാഖയിൽ ഉൾപ്പെട്ട ആളാണ് ഞാൻ. അതറിയില്ല. ഇവർ വിചാരിക്കണം രാജാവിനെ പുകഴ്ത്തി പറയുമ്പോൾ ഞാൻ എന്തോ രാജാവ് ആ വംശമാണെന്ന്. ഇതൊന്നുമല്ല. എൻ്റെ കൂടെ പഠിച്ചവർ നന്ദൻ ഇങ്ങനെ ആ കൊട്ടാരത്തിലുള്ള ആൾക്കാരുണ്ട്. അവർക്കൊന്നും ഒരു രീതിയിലുള്ള മതചിന്തകളോ ജാതി ചിന്തകളോ ഒന്നും ഇല്ലായിരുന്നു. പാലസിൽ ഒന്നുമില്ലാതെ വളർന്നതാണ് ഈ തിരുവിതാംകൂറിലുള്ള ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾക്കറിയാം ഇവിടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണ ആരൊക്കെയാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിപ്പോൾ നമ്മൾ അത് വിഷയത്തിൽ നിന്ന് മാറി. പക്ഷേ ഞാൻ പറഞ്ഞപ്പോൾ പറയുവാണ് പറയട്ടെ ഇത്തരം കുംഭമേള. കാരണം നമുക്കിപ്പോഴും നമ്മുടെ കുംഭമേള വന്നപ്പോഴാണ് കഴിഞ്ഞ പ്രാവശ്യം ആ ഒരു പ്രയാഗിലെ കുംഭമേള വരുമ്പോഴാണ് പല ഹിന്ദുക്കളും ഇന്നിപ്പോൾ പിന്നെ മലയാളികളിൽ ഒരുപാട് പേര് പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്തു. എന്തുകൊണ്ടായിരുന്നു? അപ്പോഴും നമുക്കറിയാം ആ വെള്ളത്തിൽ ചോറ് പിടിക്കുന്നുള്ള രീതിയിലുള്ള ഭയങ്കര ഇതായിരുന്നു. വിനീതാന്ന് തോന്നുന്നുണ്ടല്ലോ ഒരു ഫുട്ബോളർ. ഇവിടെ മസ്തിഷ്ക ജ്വരം ഉണ്ടായി. ആമഴഞ്ചാം തോടിൽ ജോയി വീണ് പുഴുത്ത് നാറിക്കിടന്നു. ഈ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തൂടെ കൂടെ മാലിന്യപ്പുഴ പാർവതി പുത്തനാറ് എന്ത് ഭയങ്കര നമ്മുടെ ഗതാഗത ഏറ്റവും ഇതായിരുന്നു അല്ലേ. വാട്ടർ ഇതിൻ്റെ രാജാവ് തിരുവിതാംകൂർ മഹാരാജവംശത്തിൻ്റെ മെയിൻ ഇതായിരുന്നു നമ്മുടെ പാർവതി പുത്തനാറും അതുവഴിയുള്ള ഗതാഗതം. ഇത് ഇന്നവിടെ ഉണ്ടോ?
അത് ഇത്രയും രാഷ്ട്രീയ പാർട്ടികൾ വന്നല്ലോ, ഈ ട്രിവാൻഡ്രത്ത് എന്ത് ചെയ്തു? മാറി മാറി അവർ ഭരിച്ചില്ലേ? ഈ പാർവതി പുത്തനാറിനെ ഒന്ന് സംരക്ഷിക്കണം എന്നവർ ചെയ്തോ? നമ്മുടെ പൈതൃകങ്ങളെ എങ്ങനെയൊക്കെ നശിപ്പിക്കാമെന്ന് മാത്രമാണ് ഈ ഭരിച്ചുകൊണ്ടിരുന്ന പ്രത്യേകിച്ചും ഇടത് സർക്കാർ ശ്രമിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞ ഇങ്ങനത്തെ പഴയ ആചാരങ്ങൾ എന്നല്ല പറയുന്നത്, ഇങ്ങനെയുള്ള പൈതൃകങ്ങളായിട്ടുള്ള നമ്മുടെ സംഭവങ്ങൾ, ഉത്സവങ്ങളൊക്കെ വരട്ടെ. ആർക്കാണ് വിഷമം? ഇതിൻ്റെ പേരിൽ എന്താ അവിടെ സംഭവിക്കണേ? കുറേ ആൾക്കാർ സന്യാസിമാർ വന്ന നിളയിൽ പ്രാർത്ഥിച്ചു പോയി എന്ന് പറഞ്ഞ് ഇവിടെ എന്താണ് സംഭവിക്കാൻ പോണത്? ഒന്നുമില്ല. പക്ഷേ പുതിയ ജനറേഷൻ ഇതൊക്കെ നമുക്കുണ്ടായിരുന്നു. ബാക്ക് ടു അവർ റൂട്ട്സ്, അത് സത്യം തന്നെയാണ്. അതിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. ബാക്ക് ടു അവർ റൂട്ട്സ് നമ്മൾ തിരിച്ചു പോകണമെന്ന് പണ്ടത്തെ ആചാരങ്ങൾ കൊണ്ടുവരണമെന്നാണ്, അനാചാരങ്ങൾ തിരിച്ചു കൊണ്ടുവരണമെന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷെ ഒരു പരിധി വരെ നമ്മുടെ ഒരു മതം ശരിക്കും ഞാൻ ആലോചിച്ച് നോക്കിയിട്ടുണ്ടല്ലേ, ഇനിയുള്ള ജനറേഷനൊന്നും നമ്മുടെ മതത്തിനെക്കുറിച്ച് പല കുട്ടികൾക്കും അറിയില്ല. എൻ്റെ ഒരു കുട്ടിക്കാലത്തൊക്കെ അമ്പിളിയമ്മാവനൊക്കെ വായിക്കും, പുരാണങ്ങൾ കാണും. ഇപ്പോഴത്തെ കൊച്ചു കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്താൽ മാത്രമാണ് അറിയണം സന്ധ്യാദീപം ചൊല്ല്, ദൈവങ്ങളെക്കുറിച്ചുമൊക്കെ. പക്ഷേ അവരറിയട്ടെ നമ്മുടെ ഒരു റിച്ച് ഹെറിറ്റേജ് കേരളത്തിലുണ്ടായിരുന്നു, പൈതൃകം നമുക്കുണ്ടായിരുന്നു. നമുക്ക് സനാതന ധർമ്മത്തിൽ ഇങ്ങനത്തെ ആചരണങ്ങളുണ്ടായിരുന്നു, നദീതട സംസ്കാരം ഉണ്ടായിരുന്നു, ജലത്തെ നമ്മൾ ആരാധിച്ചിരുന്നവരാണ്. ശരിക്കും ഈ ഒരു ഇതിൽ അമ്പലമുണ്ട്, അമ്പലത്തിനൊപ്പം തന്നെ ആ തീർത്ഥം, അതാണ് പ്രധാനം എന്ന് പറയുന്നുണ്ട്, സ്നാനം. അതുകൊണ്ടാണ് ശബരിമല ഉണ്ടെങ്കിലും പമ്പാ സ്നാനത്തിന് പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നിളാസ്നാനത്തിന് പ്രാധാന്യം വന്നത്. ഇവിടെ ലിബറലിസ്റ്റുകൾ എന്താ പറയുക ഉയർത്തി കാണിക്കുന്നുണ്ട്, നിളാ നദി ഇപ്പോൾ മലിനമാണ് അല്ലെങ്കിൽ മലിനമാണ്.